എല്ലാവർക്കും മോണോലൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SAP ബിസിനസ് വണ്ണിൻ്റെ മൊഡ്യൂൾസുകളെ കുറിച്ചായിരുന്നു. SAP ബിസിനസ് വണ്ണിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾസും നമ്മൾ മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് SAP ബിസിനസ് വൺ എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മണികണ്ഠൻ, SAP ബിസിനസ് വൺ ഫങ്ഷൻ കൺസൾട്ടൻറ്റ്. നമുക്ക് SAP ബിസിനസ് വണ്ണിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഒരു കമ്പനി ക്രിയേഷൻ? വാട്ട് ഈസ് എ കമ്പനി ക്രിയേഷൻ? സെക്കൻഡ്, വാട്ട് ഈസ് എ ഡാറ്റാബേസ്? തേർഡ്, വാട്ട് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് എ ഡാറ്റാബേസ് ഇൻ SAP ബിസിനസ് വൺ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ കമ്പനി ക്രിയേഷൻ? കമ്പനി ക്രിയേഷൻ മീൻസ് ക്രിയേറ്റിംഗ് എ ഡാറ്റാബേസ് ഫോർ പ്രോസസ്സിംഗ് ഓൾ കമ്പനീസ് ആക്ടിവിറ്റി ത്രൂ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റം ത്രൂ, ഒരു സോഫ്റ്റ്വെയർ ത്രൂ കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഡാറ്റാബേസ്? എ ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചർഡ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ ടിപ്പിക്കലി സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റായിട്ട് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസിനെയാണ് നമ്മളൊരു ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് എ ഡാറ്റാബേസ് ഇൻ SAP ബിസിനസ് വൺ? അതായത് നമ്മളൊരു ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞു. ഡാറ്റാബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ എല്ലാം ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റായിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്പേസ്, ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളൊരു കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കീ എലമെൻറ്റ്സ് ഫോർ ക്രിയേറ്റിംഗ് കമ്പനി. ഒരു SAP ബിസിനസ് വണ്ണിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. ഈ കീ എലമെൻറ്റ്സ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്താലേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കമ്പനി SAP ബിസിനസ് വണ്ണിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കമ്പനി ബേസിക് ഡീറ്റെയിൽസ്, ഡാറ്റാബേസ്, ലൈസൻസ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്, ബേസ് ലാംഗ്വേജ്, പോസ്റ്റിംഗ് പീരീഡ്, ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഇത് കൂടാതെയും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാ പോയിൻറ്റ്സും നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ SAP ബിസിനസ് വണ്ണിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കിനി SAP ബിസിനസ് വണ്ണിൻ്റെ സ്ക്രീനിൽ പോയി എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ചെക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് SAP ബിസിനസ് വൺ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഐക്കണാണ് SAP ബിസിനസ് വണ്ണിൻ്റെ ഐക്കൺ വരുന്നത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു എല്ലാ കമ്പനിയും ലിസ്റ്റ് ചെയ്യുന്ന ഒരു വിൻഡോ. ഇവിടെ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ഓപ്ഷൻ കാണാം. ന്യൂ ഫ്രം പാക്കേജ്, ന്യൂ ഫ്രം യൂസിങ് വിസാർഡ്. ഇത് എല്ലാം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ത്രൂ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ എന്നുള്ള ഓപ്ഷൻ ത്രൂ ആണ്. ഇവിടെ ഒരു കമ്പനി SAP ബിസിനസ് വണ്ണിലെ ഒരു കമ്പനി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സൈറ്റ് യൂസറും അതിന് പാസ്വേഡും ഉണ്ടായിരിക്കും. ഇത് SAP പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡുമാണ്. അങ്ങനെ പാസ്വേഡ് കൊടുത്താൽ നമുക്ക് ഒരു നെക്സ്റ്റ് സ്ക്രീൻ കിട്ടും. ഈ സ്ക്രീനിലാണ് നമ്മുടെ കമ്പനിയുടെ പേരും ബേസിക് ഇൻഫർമേഷനും ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. ഞാനിവിടെ കമ്പനിയുടെ പേര് ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, കമ്പനിയുടെ പേര് കൊടുത്തു. ഇനി ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കുന്നു. ദെൻ കമ്പനിയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് അപ്ലിക്കബിൾ ചെയ്യാനുള്ള ഓപ്ഷന് ഈ ലൈസൻസിനെ പറ്റി, ലൈസൻസ് എങ്ങനെ കമ്പനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ചാർട്ട് ഓഫ് അക്കൗണ്ട് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. യൂസർ ഡിഫൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ടും ഇന്ത്യൻ ചാർട്ട് ഓഫ് അക്കൗണ്ടും. ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ബേസ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിഫൈൻ പോസ്റ്റിംഗ് പീരീഡ്. ഈ പോസ്റ്റിംഗ് പീരീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. ഇവിടെ പോസ്റ്റിംഗ് പീരീഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനി എല്ലാ കൺട്രിയിലും കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 1 April to March 31 വരെ ആണ് ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. വേറെ രാജ്യങ്ങളിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു കാലണ്ടറാണത് കമ്പനിക്ക് റൺ ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളിവിടെ ഒരു
നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു കലണ്ടർ ഇവിടെ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ഫിനാൻഷ്യൽ ഇയർ 2023-2024 എന്നുള്ളതാണ്. സബ് പീരീഡ് നമുക്ക് മന്താണല്ലോ വരുന്നത്. ഓരോ ഇയറിലും ഓരോ 12 മന്ത് വെച്ചിട്ടുള്ളൊരു പീരീഡാണ് നമുക്കിവിടെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നത്. മന്ത് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ പോസ്റ്റിംഗ് ഡേറ്റ് ഫ്രം, നമ്മൾ പോസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 1 ഏപ്രിൽ 2023 മുതലാണ് നമ്മൾ പോസ്റ്റിംഗ് ഡേറ്റ് വരുന്നത്. അത് മുതൽ 1/4/2023 മുതലാണ് നമുക്ക് പോസ്റ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇത്ര പോലെ ഇൻഫർമേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ കമ്പനി ക്രിയേറ്റ് ന്യൂ കമ്പനിയുടെ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ നിന്ന് ഓക്കെ കൊടുത്താൽ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു കുറച്ച് ടൈം എടുക്കും, അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചർ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ടൈം ഇവിടെ എടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ആദ്യമായിട്ടൊരു യൂസർ ക്രിയേറ്റ് ആയി വരും. ആ യൂസറിൻ്റെ പേരാണ് മാനേജർ എന്നുള്ള ഒരു യൂസർ ക്രിയേറ്റ് ആയിട്ട് വരും. ആ യൂസറിന് കൊടുക്കേണ്ട ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ SAP ബിസിനസ് വണ്ണിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് എൻ്റർ ആവും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ വേണ്ടവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.